പിന്നെ മൈഗ്രെയിൻ്റെ ചികിത്സയിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന് മൈഗ്രെയിൻ വന്ന് കഴിഞ്ഞാലുള്ള ചികിത്സ, പിന്നെ മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള ചികിത്സ ഉണ്ട്. അത് രണ്ടും വേറെയാണ്. പലപ്പോഴും ആൾക്കാർക്ക് അത് അറിയില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചികിത്സിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വന്നിട്ട് നമുക്കത് ജീവിതത്തിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ജോലിക്ക് പോകാൻ വയ്യ, സ്കൂൾ ടീച്ചറാണ്, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്റ്റുഡൻ്റാണ്, പോകാൻ പറ്റുന്നില്ല, സെയിൽസിൽ നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ദേഷ്യം വന്ന് പോവുകയാണ്. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇത് വരാതിരിക്കാനുള്ള ചികിത്സ തന്നെ വേണം. നേരെ മറിച്ച് ഇപ്പോൾ മൈഗ്രെയിനൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് 6 മാസത്തിൽ ഒരു ദിവസം അതിന് എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ഉണ്ട്. അത് 5-6 മാസം കൂടുമ്പം കുറച്ച് അധികം യാത്ര ചെയ്യേണ്ടി വന്നു, 8-9 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് വേണ്ട. അവർക്ക് വരുമ്പോഴുള്ളൊരു ചികിത്സ ആ നേരത്തെ ഉണ്ടായി കഴിച്ചാൽ മതി. ചുരത്തിലൂടെയുള്ള യാത്ര പല ആൾക്കാർക്കും ഇതുണ്ടാകുമ്പോൾ നമുക്കറിയാം ഇന്ന് ചുരത്തിലൂടെ യാത്ര ഉണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് അന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിക്കാം, എന്നാൽ വരാതിരിക്കുകയും ചെയ്യും. പിന്നെ വരാതിരിക്കാനുള്ള ചികിത്സ അറിയണത് അത് അങ്ങനെ അപ്പം പറ്റില്ല, അത് കുറച്ച് ദിവസങ്ങളിലേക്ക് 5-8 മാസമൊക്കെ കഴിക്കണം. പിന്നെ ഇപ്പോൾ ഒരു സൂചിയുണ്ട്, അതന്നെ നമ്മൾ ഇൻസുലിൻ്റെയൊക്കെ പോലുള്ള ചെറിയൊരു സൂചിയാണ്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ വയറിനൊക്കെ കുത്തിയിട്ട് ഇത് ചെയ്യാം.